നിങ്ങൾ എത്ര കറണ്ട് കുറഞ്ഞ ഫ്രിഡ്ജ് വാങ്ങിയാലും 5 സ്റ്റാർ ഫ്രിഡ്ജ് വാങ്ങിയാലും ഇൻവെർട്ടർ ഫ്രിഡ്ജ് വാങ്ങിയാലും നിങ്ങൾക്ക് കറണ്ട് കൺസപ്ഷൻ കൂടുതലായിരിക്കും. കാരണം ഒന്ന്, ഫ്രിഡ്ജിന്റെ ബാക്കിലും സൈഡിലും സ്പേസ് ഇടണം. ഫ്രിഡ്ജ് ചുമരിനോട് ചേർത്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിന് ഹീറ്റ് കൂടുതലായിരിക്കും, കംപ്രസർ കൂടുതൽ നേരം വർക്ക് ചെയ്യണം, കറണ്ടും കൂടും. ചൂടുള്ള ഭക്ഷണം നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തണുപ്പിക്കാൻ കംപ്രസർ കൂടുതൽ നേരം വർക്ക് ചെയ്യേണ്ടി വരും, കറണ്ടും കൂടും. ഡോർ എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് കൺസപ്ഷൻ കൂടുതലെടുക്കും. എന്റെ ഫ്രിഡ്ജ് കാലിയാണ്, ഞാൻ ഒന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് കറണ്ട് കൺസപ്ഷൻ എനിക്ക് ഏറ്റവും കുറവായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. തെറ്റാണ്, കറണ്ട് കൂടുതലെടുക്കും. കുറച്ച് കുപ്പിവെള്ളമെങ്കിലും നിങ്ങളുടെ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു റബ്ബറിന്റെ ഗ്യാസ്കറ്റ് ഇതിന്റെ സൈഡിൽ കൂടെ കൂളിംഗ് പുറത്തോട്ട് വരുന്നുണ്ടെങ്കിൽ കറണ്ട് കൺസപ്ഷൻ കൂടുതലെടുക്കും. ഫ്രിഡ്ജിന് കറക്റ്റ് ടെമ്പറേച്ചർ അല്ല നിങ്ങൾ കൊടുത്തിരിക്കുന്നതെങ്കിൽ കറണ്ട് കൺസപ്ഷൻ കൂടുതലെടുക്കും. ഒത്തിരി സാധനങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ഇടുകയാണെന്നുണ്ടെങ്കിൽ കംപ്രസർ കൂടുതൽ നേരം വർക്ക് ചെയ്യണം തണുപ്പിക്കാൻ, കറണ്ട് കൺസപ്ഷൻ കൂടുതലെടുക്കും. കുത്തി നിറച്ച് സാധനങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂളിംഗ് പ്രോപ്പർ ആയിരിക്കില്ല, കറണ്ട് കൺസപ്ഷൻ കൂടുതലായിരിക്കും. ഓവൻ, ഗ്യാസ് സ്റ്റൗ, മൈക്രോവേവ് ഇതിന്റെ കൂടെ ഫ്രിഡ്ജും വെച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിന്റെ ടെമ്പറേച്ചർ കൂടാനുള്ള ചാൻസ് ഉണ്ട്. കംപ്രസർ അപ്പോൾ കൂടുതൽ നേരം തണുപ്പിക്കാനായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, കറണ്ട് കൺസപ്ഷനും കൂടുതലായിരിക്കും. ഡയറക്റ്റ് വെയിലടിക്കുന്നിടത്ത് നിങ്ങളുടെ ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് കൺസപ്ഷൻ കൂടുതലായിരിക്കും. ഇനി ലാസ്റ്റത്തത്, ഈ ഒരു കണ്ടൻസർ കോയിൽ പൊടി പിടിച്ച് നിറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂളിംഗ് കുറവായിരിക്കും, കറണ്ടും കൂടുതലെടുക്കും.